التمسك بالأثر نجاه. السؤال الثالث والثمانون 83ാമത്തെ ചോദ്യം. മാ അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീൻ. വളരെ ശ്രദ്ധിക്കണം. മുനാഫിക്കുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അവർക്ക് നിസ്കാരം എന്നുള്ളത് വലിയ ഭാരമുള്ളൊരു കാര്യമായിരിക്കും. നിസ്കാരം ഭയങ്കര എന്തോ ഒരു വലിയ മലമറിക്കുന്നൊരു പണി ഏൽപ്പിച്ചതുപോലെ നിസ്കാരം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നേരെ തിരിച്ചാ, വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എനിക്കെൻ്റെ കൺകുളിർമ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിസ്കാരത്തിലാണ് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഈ ദുനിയാവിൽ സന്തോഷം ഉണ്ടാക്കുന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈമാനുള്ളവർക്ക് അങ്ങനെയാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, സമാധാനം, റാഹത്താണ്. എന്നാൽ മുനാഫിക്കുകൾക്ക് അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള വേറൊരു കാര്യമില്ല, പ്രത്യേകിച്ചും പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരു പുരുഷന് പള്ളിയിൽ ജമാഅത്തിൽ പോയി പങ്കെടുത്ത് നിസ്കരിക്കാൻ അത് പ്രയാസമാകുന്നുണ്ട്. എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ യാത്ര തടസ്സങ്ങൾ കൊണ്ടോ അതൊന്നുമല്ല, ശർഈയായിട്ട് നമുക്ക് അനുവദിച്ചെന്ന കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. വെറുതെ ഒരാൾക്കത് ഭാരമാവാം, വെറുതെ ഒരാൾക്കത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാവാം. അത് ഈ നിഫാഖിൻ്റെ അടയാളമാണ്. ഇവിടെ കൊടുക്കുന്ന കാണാം. ചോദ്യം എന്താ? മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏതാണ്? എന്താ ഉത്തരം? അൽ ജവാബ് സ്വലാത്തു സുബ്ഹി വ സ്വലാത്തുൽ ഇശാ. ഇശാ നിസ്കാരവും സുബ്ഹി നിസ്കാരവും. ഇശാ നിസ്കാരവും സുബ്ഹി നിസ്കാരവും. ഈ രണ്ട് നിസ്കാരങ്ങൾ കൃത്യമായി മുറുകെ പിടിക്കുന്ന ഒരു മുനാഫിക്കും ചരിത്രത്തിൽ ഇതുവരെ കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ തന്നെ നോക്കിയേ, നമ്മുടെ ചുറ്റുപാട് നോക്കിയേ. മുസ്ലിമീങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി കൊടി പിടിക്കുന്ന, ജാഥ പിടിക്കുന്ന, അതുപോലെ തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന, അതിനൊക്കെ എല്ലാത്തിനും ഉഷാറോടെ മുൻപന്തിയിൽ ഓടിച്ചാടി പ്രവർത്തിക്കുന്ന ആളുകൾ, മുസ്ലിമീങ്ങൾക്ക് ഉന്നമനം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇതിനൊക്കെ ഓടി നടക്കുന്ന ആളുകൾ, അവരിൽ എത്ര പേര് സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിൽ ജമാഅത്തിൽ കാണാൻ സാധിക്കും? വളരെ അപൂർവമായി മാത്രമേ ഇത്തരം ആളുകളെ. എന്നാൽ അതേ ആളുകൾ തന്നെ ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഷോക്ക് സിനിമാ തിയേറ്ററിൽ ഉണ്ടാവും, ആദ്യത്തെ ദിവസം തന്നെ. എന്തെങ്കിലും വേൾഡ് കപ്പോ മറ്റെന്തെങ്കിലും ടൂർണമെൻറ്റുകളോ ഉണ്ടെങ്കിൽ അത് കാണാൻ ടിക്കറ്റ് എടുത്തവർ മുൻപന്തിയിലുണ്ടാവും. മറ്റെന്തെങ്കിലും ദുനിയാവിൻ്റെ എൻ്റർടൈൻമെൻറ്റുകളും മറ്റ് കാര്യങ്ങൾക്കൊക്കെ അവർ വളരെ ഉന്മേഷത്തോടെ ആവേശത്തോടെ പങ്കെടുക്കുന്നതും നാട്ടിലെല്ലാ കാര്യങ്ങളും ഒരു വലിയ ഉത്സാഹത്തോടെ മുന്നിട്ടിറങ്ങുന്നതും കാണാൻ സാധിക്കും. പക്ഷേ സുബ്ഹി നിസ്കാരത്തിൽ പള്ളി കാണൂല. അത് വലിയ അപകടം പിടിച്ച വിഷയമാണ്. എത്രത്തോളം നമുക്കൊക്കെ അറിയാം. നമ്മുടെ സഹോദരന്മാർ ഫലസ്തീനിൽ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട്. ഇപ്പം അൽഹംദുലില്ലാ കുറേയൊക്കെ ഒരു കാര്യങ്ങൾ ശരിയായി വരുന്നുണ്ട്. റബ്ബ് അവർക്ക് സമാധാനം കൊടുക്കട്ടെ. ഇതിനെപ്പറ്റി പല പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, ഇവർക്ക് എപ്പോഴാണ് ഈ സമാധാനം കിട്ടുക, അവരുടെ വിഷയത്തിൽ എപ്പോഴാണ് ഒരു തീർപ്പാവുക, തീരുമാനമാവുക, അവർക്കൊരു സ്വസ്ഥതയും സമാധാനം എപ്പോഴാണ് കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ പല പണ്ഡിതന്മാരും പറഞ്ഞൊരു ഉത്തരം എന്താണെന്നറിയോ? വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തുന്ന ആളുകളെല്ലാം അതേ വെള്ളിയാഴ്ചയുടെ സുബ്ഹി നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തുന്നത് എപ്പോഴാണോ അപ്പോഴല്ലാതെ നമുക്ക് ഫലസ്തീൻ തിരിച്ചു കിട്ടൂല എന്ന് പല പണ്ഡിതന്മാരും മനസ്സിലാകാൻ വേണ്ടി നമുക്ക് നമ്മുടെ ദീനിൻ്റെ അവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് വിശദീകരിച്ച് തരാറുണ്ട്. എന്നുവെച്ചാൽ നിഫാഖില്ലാത്ത കറകളന്നെ ഈമാനുള്ള ആളുകളെ കൊണ്ടേ ഈ ഉമ്മത്തിന് എന്തെങ്കിലും ഹൈറ് കിട്ടുള്ളൂ. അതല്ലാതെ ഇങ്ങനെ പുറമേ ഇങ്ങനെ കുറേ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വാദിക്കുകയും ദീൻ പഠിപ്പിച്ചെന്ന സന്ദർഭങ്ങളിൽ ദീൻ നിഫാഖിൻ്റെ അടയാളമായി പഠിപ്പിച്ചെന്ന സാഹചര്യങ്ങളിൽ വീണു പോവുകയും ചെയ്യുന്ന ആളുകളായി നമ്മൾ ഒരിക്കലും മാറരുത്. അത് വലിയ അപകടം പിടിച്ച വിഷയമാണ്. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും നിങ്ങൾ സുബ്ഹി നിസ്കാരത്തിൽ പങ്കെടുക്കാത്തവരൊക്കെ മുനാഫിക്കുകളായി കണക്കാക്കണം എന്നൊന്നല്ല. അതൊന്നല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മറിച്ച് അതൊരു വലിയ അടയാളമാണ്. വലിയൊരു നമ്മൾ സിംറ്റംസ് എന്ന് പറയാറുണ്ട്. ഓരോ രോഗങ്ങൾക്ക് ഓരോ അടയാളങ്ങളുണ്ട്. അതുപോലെ ഈ രോഗത്തിനൊരു അടയാളമാണ് എന്ത്?
സുബഹി നിസ്കാരം വലിയ പ്രയാസമായി തീരുകയാണ്. അപ്പം അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ പള്ളിയിൽ തന്നെ ജമാഅത്തായി സുബഹി നിസ്കാരത്തിന് പങ്കെടുക്കാൻ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ നിഫാഖ് എന്നുള്ള രോഗം ഹൃദയത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കുവാൻ, ആ അപകടം ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയുവാൻ ഒരു പരിധിവരെ റബ്ബിൻ്റെ സഹായം കൊണ്ട് സാധിക്കും.